അപ്പോൾ നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ MLA കൂടിയാണ്, അരുണുണ്ട്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇവരെല്ലാവരും പറയായിരുന്നേ, എത്ര റൗണ്ട് നടക്കും? ഇവരൊക്കെ 9 റൗണ്ട്, 5 റൗണ്ട്, ഞാൻ 4 റൗണ്ട് 10 റൗണ്ട്. 4 റൗണ്ട് നടന്ന 40 റൗണ്ട് നടന്നതിന്റെ ഇമ്പാക്റ്റാ. ഇന്നിവിടെ വരും, ഞങ്ങൾക്കൊരു സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാവുന്ന എല്ലാ ദിവസവും ഉണ്ടാവും. രണ്ടുപേരും ഉണ്ടോ? ഓക്കെ, അപ്പം എറണാകുളത്തിന്റെ കരുത്തരായ 2 സാരഥികൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ചുറ്റും കേട്ടോ. നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിലും MLA വീട്ടിൽ പോകണ്ട, ഇവിടെ വന്നാൽ മതി, രാവിലെ വന്നാൽ മതി. ഇത് നമ്മൾ അനൗൺസ് ചെയ്യാമല്ലോ. അതായത് MLA കാണുന്നുണ്ടെങ്കിൽ രാവിലെ നടത്താൻ തുടങ്ങിയ വളരെ സ്പീഡിൽ ഒരേ ലൈനിൽ പോവാ. മുണ്ടായിരിക്കുന്നു, മുണ്ട് എല്ലാ ദിവസവും മുണ്ടാണ്. സ്റ്റൈല്. ഈ മുണ്ട് മാറ്റാത്തത് എന്താ? മുണ്ടെടുത്ത് നടക്കുക എന്നുള്ള ഒരു ട്രാക്ക് ഷൂട്ട് ഒക്കെ ഇട്ട് മോർണിംഗ് മോർണിംഗ് ഷോയുടെ ഭാഗമായിട്ട് അതിന്റെ ഷോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ ഞങ്ങളിപ്പോൾ പറയായിരുന്നു, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലഹരി കൂടി വേണം. ഇപ്പം നിങ്ങളുടെ പ്രൊഫഷനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ലഹരി, ജീവിത ലഹരി കണ്ടെത്തുക. ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലഹരി പോയി കുടുങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ ടൈറ്റിൽ. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നാണ്. എന്താണ് പറയാനുള്ളത്? വല്ലാതെ ആശങ്ക ഉണ്ടാക്കുന്നില്ലേ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ? തീർച്ചയായും നമ്മുടെ നാട് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ അറിഞ്ഞോ അറിയാതെയോ തെറ്റിലേക്ക് വഴുതി വീഴുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് നാട്ടിലുണ്ട്. അപ്പോൾ അതിനെതിരായി റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന ഈ ക്യാമ്പയിൻ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അവർ വഴിതെറ്റി പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ആശങ്ക, ഓരോ ദിവസവും പത്രമെടുത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ടാകുന്നു. അപ്പോൾ അതിന് എതിരായി നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നാട് കടന്നു പോകുന്നത്. ഈ മാത്രമല്ല, ബന്ധങ്ങളിലൊക്കെ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ വീടുകളിൽ സംസാരമൊക്കെ കുറവാണെന്ന് പറഞ്ഞു. ഈ സാധനം വന്നതിന് ശേഷം ആൾക്കാർ മുഖം ഇങ്ങനെ കുത്തിയിരിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ ഈ പിള്ളേരുടെ ഈ ട്രെൻഡിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അല്ല, തീർച്ചയായും കോവിഡിന് ശേഷം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതിലൂടെ കുടുംബത്തിലെ അന്തരീക്ഷം വല്ലാതെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഇന്ന് കുറഞ്ഞു വരികയാണ്. അച്ഛനായാൽ അച്ഛൻ മൊബൈലിലിരിക്കുന്നു, അമ്മയും മൊബൈലിലിരിക്കുന്നു, മക്കളും മൊബൈലിലിരിക്കുന്നു. അപ്പോൾ അവരവരുടേതായ ഒരു ലോകത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കൂട്ടുത്തരവാദിത്വത്തോടെ അല്ലെങ്കിൽ കൂട്ടായ ഒരു സംസർഗം ഉണ്ടാകാതെ പോകുന്നത് ഒരു പ്രധാന കാര്യമായി തന്നെയാണ്. സംസാരിക്കുന്ന ഇടങ്ങളുണ്ടാവണം അല്ലേ? തീർച്ചയായും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഒരുമിച്ച് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന ഇടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. ഒരു MLA കൂടെ കൈ കിട്ടിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഇന്നലെ തന്നെ നമ്മളിപ്പം ഹോസ്റ്റലിൽ കഞ്ചാവ് പിടിച്ചു. അത് വിവിധ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരുണ്ട്. നമുക്കതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിൽ കിട്ടിയ ആളെ ജാമ്യത്തിൽ വിടുന്നൊരു അവസ്ഥയുണ്ടാവും. കാരണം 999 ഗ്രാം ആണെങ്കിൽ, കഞ്ചാവാണെങ്കിൽ പിടിച്ചാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം. ഈ നിയമം കുറച്ചുകൂടി കർശനമാക്കേണ്ടതല്ലേ? തീർച്ചയായും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെല്ലാം വരുന്നത്. സ്വാഭാവികമായും ഇന്ന് പലപ്പോഴും ഇതിൽ പിടിക്കപ്പെടുന്ന പ്രതികൾ അവരുടെ അളവിലുണ്ടാകുന്ന കുറവ് മൂലം രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരമൊരു സാഹചര്യം പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അതൊരു പ്രോത്സാഹനമായി മാറുന്നു എന്നുള്ള ആശങ്ക നമ്മളെല്ലാം പങ്കുവയ്ക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ഇതിനെല്ലാം ശക്തമായ ശിക്ഷ ലഭ്യമാകും എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു പരിധിവരെ നമുക്കതിനെ തടുത്തു നിർത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ്. 2 മിനിറ്റ് കൂടി നമുക്ക് നിൽക്കണം. ആരോടും കൂടി നമുക്കൊപ്പം ഉണ്ട്. എനിക്കൊന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ഭരണപക്ഷത്തിലെ MLA ഉണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ശക്തനായ വക്താവ് നമുക്കൊപ്പമുണ്ട്, വിവിധ സാംസ്കാരിക സാമൂഹിക സംഘടനാ നേതാക്കളുണ്ട്, ഗായകരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്തോറും വിദ്യാർത്ഥികൾ നമ്മളുടെ യാത്രയിൽ അണിനിരക്കും. നമ്മൾ ആലുവ വരെ മന്ത്രിമാർ നമ്മളോടൊപ്പം ഈ ക്യാമ്പയിനിൽ വരുന്ന നിമിഷങ്ങളിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ